കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തിക മധുശ്രീയുടെ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ആ ഗുണ്ടകൾ മത്തിയൊക്കെ നേരെ വെടിവെക്കുവാണ് കേട്ടോ. അങ്ങനെ കാർത്തികയുടെ കയ്യിൽ വെടികൊള്ളുവാണ്. കയ്യിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവർ വീണ്ടും കാർത്തികയുടെ അരികിലേക്ക് നടക്കുന്നത് കാണുമ്പോൾ കാർത്തിക പെട്ടെന്ന് ബാക്കിലേക്ക് നീങ്ങുമായിരിക്കും. അങ്ങനെ കാല് വഴുതി ഒരു കിണറ്റിലേക്ക് വീണു പോകുവാണ്. ഈ ഒരു സമയത്തായിരിക്കോട്ടെ ശാലിനി മനോവല്ലവയും കൂടി ഓടി അവിടെ എത്തുന്നത്. അങ്ങനെ ശാലിനിയെ കാണുന്നതും ആ ഗുണ്ടകൾ പറയണേ, എന്താണെങ്കിലും ആ കാർത്തികയുടെ കാര്യം ഇന്നത്തോടെ തീർന്നു, അവൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, നീ വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോകാം, അവൾക്ക് സംശയമൊന്നും തോന്നണ്ട എന്നും പറഞ്ഞ് അവർ വേഗം തന്നെ അവിടെ നിന്ന് ഓടിക്കളയുവാണ് കേട്ടോ. ഈ സമയം ശാലിനി മനോവല്ലവി അങ്ങോട്ട് വന്ന് അവിടെ എല്ലാം കാർത്തികയെ അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് കാർത്തികയെ കണ്ടുപിടിക്കാനായിട്ടാവുന്നില്ല കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും നിരാശയോടെ അവിടെ നിന്ന് മടങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് മധുശ്രീ ചന്ദ്രബോസും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ആ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് തിരിച്ചെത്തുവാണ് കേട്ടോ. അന്നേരം മധുശ്രീ ചോദിക്കണേ, എന്താ അവൾ ചാടിപ്പോയെന്ന് പറഞ്ഞിട്ട് അവളെ കണ്ടുപിടിച്ചോ? മനുഷ്യനെ ആശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വാർത്തയും കൊണ്ടാണോ നിങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത്? അന്നേരം അവരിലൊരാൾ പറയണേ, മാഡം, കാർത്തികയുടെ കാര്യം തീർന്നു, അവളുടെ മേത്തേക്ക് ഞങ്ങൾ വെടിവെച്ചതാണ്. ആ സമയം അവൾ കാല് വഴുതി ഒരു പൊട്ടക്കിണറ്റി വീണു, അതുകൊണ്ട് ഇനി അവൾ രക്ഷപ്പെടാനേ പോകുന്നില്ലേ? കാർത്തിക കൊല്ലപ്പെട്ടു, ഇനി അവളെ കൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അത് കേൾക്കുന്നതും മധുശ്രീക്ക് ചന്ദ്രബോസിന് സന്തോഷമാകുവാണ്. അത് കലക്കി. നാളെ ആ വിഷ്ണുവിൻ്റെ കേസ് കോടതി വിളിക്കാൻ പോകുന്നത്. കാർത്തിക യഥാർത്ഥത്തിൽ മരണപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ കളക്ടർ മാഡം എങ്ങനെയാ അവൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള തെളിവ് കൊണ്ടുവരിക? എങ്ങനെയാ അവളെ കോടതിയിൽ ഹാജരാക്കുക? നീ നോക്കിക്കോ, നാളത്തോടെ വിഷ്ണുവിൻ്റെ ചാപ്റ്റർ ക്ലോസ്. അവൻ നേരെ ജയിലിലേക്ക് പോകും. ഇനിയുള്ള അവൻ്റെ ജീവിതകാലം മുഴുവൻ ആ ജയിലിൽ കിടന്നവൻ നരകിക്കാൻ പോകുവാണ്. അതോടെ ആ ജില്ലാ കളക്ടർ ശാലിനിയുടെ കൊമ്പ് ഒടിയും. തൻ്റെ ജീവൻ്റെ പാതി ജയിലിൽ നരകിക്കുമ്പോൾ അവരെങ്ങനെ സമാധാനത്തോടിരിക്കാനാ? ഈ സമയം സുസ്മിതയും കൂടി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ശാലിനിയുടെ കാര്യം അതോടെ തീർന്നതാണ്. അങ്ങനെ അതെല്ലാം കേട്ട് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ മധുശ്രീ. പിന്നീട് കാണിക്കുന്നത് പപ്പിമോള് ഫോണിൽ സത്യേനെ വിളിക്കുന്നതാണ്. നാളെയല്ലേ വിഷ്ണു അച്ഛൻ്റെ കേസ് നടക്കുന്നത്. വിഷ്ണു അച്ഛനെ രക്ഷിക്കാൻ ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, പ്രാർത്ഥന. നമുക്ക് രണ്ടാൾക്കും നല്ലപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, വിഷ്ണു അച്ഛൻ എങ്ങനെയെങ്കിലും പുറത്തു വരണേന്ന്. പിന്നീട് കുട്ടികൾ രണ്ടാളും കൂടി പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം രാത്രിയിൽ ശാലിനി വീടിൻ്റെ വരാന്തയിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ശാലിനിയുടെ മനസ്സിലുള്ളൂ. വിഷ്ണുവേട്ട, നാളെ ആ കേസ് നടക്കാൻ പോകുന്നത്. എനിക്കെൻ്റെ വിഷ്ണുവേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അവസാന നിമിഷം ദൈവമായിട്ട് തന്നെ എൻ്റെ മുമ്പിൽ ഒരു വഴി കാണിക്കുമെന്ന പ്രതീക്ഷയല്ല ഞാനിപ്പോഴും നിൽക്കുന്നത്. ഇനി ആശ്രയിക്കാൻ ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ. അങ്ങനെ പറഞ്ഞ ശാലിനിയാണെങ്കിൽ ആകെ തളർന്ന് സങ്കടപ്പെട്ടവിടെ വിഷ്ണുവിൻ്റെ ഓർമ്മകളിൽ തളർന്നിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കോടതിയുടെ ടെൻഷനോടുകൂടി നിൽക്കുന്ന ഭാമീനെ രോഹിത്തിനെയൊക്കെയാണ് കേട്ടോ. ഈ സമയം അർജുൻ അങ്ങോട്ടേക്ക് വരുവാണ്. അർജുനെ കാണുന്നതും ഭാമ അർജുൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുക. അർജുനെ, എന്തായി? എൻ്റെ വിഷ്ണുവിനെ ഇന്നെങ്കിലും എനിക്ക് ജാമ്യത്തിലിറക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അന്നേരം അർജുൻ ഭാമയെ സമാധാനിപ്പിക്കുന്നുണ്ട്. സത്യമായി വിഷമിക്കാതിരിക്കുക, ശാലിനി പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ വിഷ്ണുവിനെ പുറത്തിറക്കാൻ പറ്റും, ഒന്നും ടെൻഷനാവണ്ട. അന്നേരം ഭാമ പറയണേ, അതിനാ ശാലിനിയെ കാണാൻ പോലുമില്ലല്ലോ, ശാലിനി സമയത്ത് വന്നോളും. വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ശാലിനി ഒരിക്കലും ഉദാസീനത കാണിക്കില്ല. ശാലിനി ഇപ്പോഴും തെളിവുകൾ കള്ളോട്ടത്തിലായിരിക്കും. സത്യം വിഷമിക്കാതിരിക്കും, നമ്മൾ ഇന്നിവിടുന്ന് വിഷ്ണുവിനെ കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭാമേനെ ആശ്വസിപ്പിക്കുവാണ്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും വിഷ്ണുവിനെയും കൊട്ടി ചന്ദ്രബോസ് അവിടെ എത്തുന്നത്. അങ്ങനെ വിഷ്ണുവിനെയും കൊണ്ട് കോടതിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഭാമ വിഷ്ണുവിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വിഷ്ണു ആണെങ്കിൽ കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല. ഈ സമയം ചന്ദ്രബോസ് പറയണേ, അതെ, കോടതി തുടങ്ങാനുള്ള സമയമായി. നിങ്ങളുടെ ഈ സംസാരവും കരച്ചിലും പിഴിച്ചിലും ഒക്കെ കണ്ടു നിൽക്കാനേ ഇവിടെ തീരെ സമയമില്ല. അങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനെയും പിടിച്ച് ചന്ദ്രബോസും പോലീസുകാരും അകത്തേക്ക് പോകുവാണ്. പിന്നാലെ തന്നെ ഭാമയും ബാക്കി എല്ലാവരും കോടതിയിൽ എത്തുവാണ് കേട്ടോ. അങ്ങനെ അവിടെ കേസിൻ്റെ വാദവും മറ്റും തുടങ്ങുവാണ്. ഈ സമയമായിട്ടും ശാലിനി അവിടെ എത്തിയിട്ടില്ല. അന്നേരം ഭാമ ടെൻഷനോട് രോഹിത്തിനോട് പറയണേ, കൂടുതൽ വാദം തുടങ്ങി, അവളെത്തിയില്ല, കണ്ടില്ലേ, അവൾ എൻ്റെ മോനെ ചതിച്ചു, വിഷ്ണുവിന് ഇനി ജാമ്യം കിട്ടില്ലേ മോനെ എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനോട് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഭാമ അവിടെ. ഈ സമയം അമീറും അർജുനും തമ്മിൽ വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അമീർ ചോദിക്കുക, അല്ല, കാർത്തിക ജീവനോട് ഇരിക്കുന്നു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്താ ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീലിന് ഉത്തരം പറയാനില്ലേ? എങ്ങനെ ഉത്തരം പറയും? കാരണം കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കാറിലിട്ട് കത്തിച്ച് കൊന്നു എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ ഇല്ല. അവളെ ക്രൂരമായി കൊന്നതിൻ്റെ പിന്നിൽ ഈ നിൽക്കുന്ന വിഷ്ണുവാണ്. ഇതിനോടകം കോടതിക്കത് ബോധ്യമായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര ഹീനമായൊരു പ്രവൃത്തി ചെയ്ത ഇയാൾക്ക്
തക്കതായ ശിക്ഷ നൽകണമെന്ന് ഞാൻ കോടതിക്ക് മുമ്പിൽ അപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വാദം നടത്തുവാണ് കേട്ടോ. ഈ സമയം ജഡ്ജി പറയാനാണ് ഡിഫൻസ് വക്കീലിനെ പ്രതി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ സമയം അർജുനാണെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ മിണ്ടാതെ നിൽക്കുകയാണ്. ജഡ്ജിയുടെ ആ ചോദ്യം കേൾക്കുന്നതും ചന്ദ്രബോസും മധുശ്രീയൊക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് മധുശ്രീ മനസ്സിൽ പറയണേ, കാർത്തികയുടെ കാര്യമേ തീർന്നു, അവളുടെ ചാപ്റ്റർ ക്ലോസായി, പിന്നെ എന്ത് തെളിവെടുത്ത് ഹാജരാക്കാനാ എന്നും പറഞ്ഞ് മധുശ്രീ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ശാലിനി കോടതിയുടെ അകത്തേക്ക് കയറി വരുന്നത്. തെളിവുണ്ട്, അത് കേൾക്കുന്നതും എല്ലാവരും അങ്ങ് ഞെട്ടുവാണ് കേട്ടോ. ഈ സമയം ശാലിനി ജഡ്ജിയുടെ മുമ്പിലേക്ക് വരുവാണ്. എന്നിട്ട് പറയുക, തെളിവുണ്ട് മൈലോട്ട്. അങ്ങനെ ശാലിനിയുടെ പിന്നാലെ തന്നെ കാർത്തികയും കോടതിയിലേക്ക് കയറി വരുവാണ് കേട്ടോ. അങ്ങനെ ജീവനോട് തിരിച്ചു വന്ന കാർത്തികയെ കണ്ട് കണ്ണും തള്ളി നിൽക്കുവാണ്. മധുശ്രീയും ചന്ദ്രബോസും എല്ലാം കാർത്തികയെ കാണുന്നതും വിഷ്ണുവും അർജുനും രോഹിത്തും ബാമയും എല്ലാവരും അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ശാലിനി പറയണേണ്, മൈലോട്ട്, ഇതാണ് വാദിഭാഗം വക്കീലായ മിസ്റ്റർ അമീർ ക്രൂരമായി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ കാർത്തിക. ആ കാർത്തികയാണ് ഇപ്പോൾ ജീവനോടെ തിരികെ വന്നിരിക്കുന്നത്. ഇനി എന്താ നടന്നതെന്നും കാർത്തികയ്ക്ക് എന്താ സംഭവിച്ചതെന്നും ഒക്കെ കോടതിക്ക് മുമ്പിൽ കാർത്തിക തന്നെ വ്യക്തമാക്കും. അങ്ങനെ പറഞ്ഞ കാർത്തികയെ കൂട്ടിലേക്ക് കയറ്റി നിർത്തുവാണ്ടോ ശാലിനി. ഈ സമയം കാർത്തിക നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. വിവാഹ ദിവസം ട്രയൽ റൂമിൻ്റെ അവിടെ നിന്ന് മധുശ്രീയാണ് തന്നെ തലക്കടിച്ച് വീഴ്ത്തിയതെന്നും അതിനുശേഷം മധുശ്രീ തന്നെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് ബന്ധനസ്ഥയാക്കി വെച്ചിരിക്കുവായിരുന്നെന്നും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്ത് തന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയെന്നുള്ള എല്ലാ കാര്യങ്ങളും കാർത്തിക കോടതിക്ക് മുമ്പിൽ തുറന്നു പറയുവാണ്. മാത്രമല്ല ഈ നിൽക്കുന്ന വിഷ്ണുവേട്ടനെ കൊടുക്കാനായിട്ട് കാർത്തികയും ACP ആയിട്ടുള്ള ചന്ദ്രബോസും ചേർന്ന് നടത്തിയ നാടകങ്ങളാണ് ഇതെല്ലാം എന്നും കോടതിയെ ബോധ്യപ്പെടുത്തുവാണ് കേട്ടോ. അങ്ങനെ കാർത്തിക പറഞ്ഞതെല്ലാം കേട്ട് കോടതിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാകുവാണ്. അങ്ങനെ വിഷ്ണു പൂർണ്ണമായും നിരപരാധിയാണെന്നും വിഷ്ണുവിനെ കൊടുക്കാനായിട്ട് ഇതിന് പിന്നിൽ ശ്രമിച്ചത് മധുശ്രീയും ചന്ദ്രബോസും ആണെന്നും കോടതിക്ക് തിരിച്ചറിയുവാണ്. അങ്ങനെ മധുശ്രീയെയും ചന്ദ്രബോസിനെയും ജയിലിലേക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്കുള്ള ശിക്ഷയും കോടതി തന്നെ വിധിക്കുവാണ്. മാത്രമല്ല നിരപരാധിയായ വിഷ്ണുവിനെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതറിയുന്നതും ഭാമക്കും രോഹിത്തിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ്. കോടതിയിൽ നിന്നിറങ്ങിയ വിഷ്ണു നേരെ ശാലിനിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം ശാലിനി സന്തോഷം കൊണ്ട് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അവസാനം നമ്മൾ ജയിച്ചു വിഷ്ണുവേട്ടാ. അന്നേരം വിഷ്ണു പറയണേ, എല്ലാത്തിനും കാരണം താനാണ്. ഒത്തിരി ഓടിയില്ല എനിക്ക് വേണ്ടി. ഈ ഒരു നിമിഷത്തിനായിട്ടല്ലേ നമ്മൾ കാത്തിരുന്നത്. അങ്ങനെ പറഞ്ഞ് ശാലിനി നെഞ്ചോട് ചേർക്കുവാണ് വിഷ്ണു. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്